പനയിലെ അടുത്ത ഭാഗം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭുവനം നമുക്കായതിതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വദാത്രി ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും വിട്ടാനും നല്ലൊരന്നവുമുണ്ടല്ലോ. ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ശക്തി കൂടാതെ നാം ഞങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. കാണാകുന്ന ചരാചര ജീവി ഈ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. ഹരിശാസ്ത്രു പരിഭൂതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ നമിക്കണം. അതിൻ്റെ അർത്ഥം നാം കാണുന്നതെല്ലാം മായാവിലാസങ്ങളാണെന്നും ഈ ഭൂമിയിൽ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെന്നിരിക്കെ അതുതന്നെയാണ് നമ്മുടെ ഭവനം. അതായത് വിഷ്ണു ഭഗവാൻ നമ്മുടെ പിതാവും ലക്ഷ്മി ദേവി എല്ലാ ചരാചരങ്ങളുടെയും അമ്മയുമാണ്. അത് കാരണം ആ മാതാപിതാക്കൾ നമുക്ക് ഭിക്ഷയായി നൽകുന്ന ആഹാരം നമ്മൾ കഴിക്കണം, അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് ഭക്ഷിക്കുക മാത്രമല്ല നമുക്ക് ചെയ്യാവുന്നതിൽ ഒരു ഇതാണ് ഭക്തിയോട് കൂടി നമ്മൾ നാമം ചൊല്ലുക മാത്രം നമുക്ക്. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും മഹാലക്ഷ്മിയും വിഷ്ണു ഭഗവാനും നമുക്ക് തരുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങളുടെയും നാണം കൂടാതെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ നാണം കൂടാതെ അവരോട് സ്നേഹിക്കുക, നമസ്കരിക്കുക ഒക്കെ ചെയ്യണം. അതേപോലെ സജ്ജനങ്ങളെ കാണുമ്പോൾ നമ്മൾ ഓടി ചെന്ന് അവരെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ ഒരു വിഷമവും തോന്നരുത് എന്നാണ് ഇതിൽ പറയുന്നത്. എല്ലാം മറന്ന് നമ്മൾ നൃത്തം ചെയ്യണം എന്നാണ് പറയണം. അതായത് ഒട്ടും ലജ്ജ വേണ്ട. നമ്മൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ലജ്ജയുടെ ആവശ്യമില്ല. അങ്ങനെ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ബന്ധങ്ങളും നമ്മുടെ നിന്ന് വിട്ടുപോകും. നമ്മൾ സ്നേഹിക്കുക, ഭക്തിയോട് കൂടി ഡാൻസ് ആടുക ഒക്കെ ചെയ്യുമ്പോൾ എന്നിട്ടുണ്ടാവുക ഭഗവാൻ നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും വേർപിരിച്ച് കൊണ്ടുപോയി കർമ്മബന്ധം അവസാനിക്കണം. അതോടുകൂടി നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ കണ്ടിട്ടില്ലെന്നറിയാം, ഡാൻസ് കളിക്കുക, എന്തൊക്കെയാ പാട്ടുകൾ. അതുവരെ പോയിട്ടില്ല, പോകണം ഭയങ്കര ആഗ്രഹമാണ്. കർമ്മബന്ധം അവസാനിക്കുമ്പോൾ ജീവൻ ജഡത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മലോകത്തേക്ക് കുതിച്ച് ചെന്ന് പരമാത്മാവിനെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നാമം ജപിക്കുക, ഡാൻസ് കളിക്കുക, അധികം ശബ്ദത്തോടു കൂടി പറയാതിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.